ഈ ഒരു സമയം കൊണ്ട് കൂഫയിലെ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പഴയ ഗവർണറെ മാറ്റി പകരം ഉബൈദില്ല ഇബ്നു സിയാദിനെ പുതിയ ഗവർണറാക്കി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു സിയാദ് എന്ന് പറയുന്നത് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു സേവകനാണ്. വളരെ തന്ത്രപരമായിട്ട് തന്നെ മുസ്ലിം ബിൻ അക്കീലിന് വേണ്ട കെണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂഫയിലെ ഗോത്ര തലവന്മാരെയൊക്കെ വളരെ എളുപ്പത്തിൽ ഇബ്നു സിയാദ് കയ്യിലെടുക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് മുസ്ലിം ബിൻ അക്കീലിന്റെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്ത അതേ ആളുകൾ ഇബ്നു സിയാദ് വന്നപ്പോൾ ഇബ്നു സിയാദിന്റെ അടുത്ത് പോയിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ്. ഇമാം ഹുസൈന് വേണ്ടി ബൈഅത്ത് ചെയ്ത അതേ ആളുകൾ ഇബ്നു സിയാദ് വന്നപ്പോൾ ഇബ്നു സിയാദിന്റെ അടുത്ത് പോയിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ്. ചുരുക്കത്തിൽ മുസ്ലിം ബിൻ അക്കീൽ കൂഫയിൽ ഒറ്റപ്പെട്ടു. അധികം വൈകാതെ തന്നെ പിടിക്കപ്പെട്ടു. കൂഫക്കാർ തങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ മുസ്ലിം ബിൻ അക്കീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ഒരു കാരണവശാലും കൂഫയിൽ വന്ന് കാല് കുത്തരുത്, കൂഫയിലേക്ക് വരരുത്, തിരിച്ച് മക്കയിലേക്ക് തന്നെ പോണം എന്നാണ്. പക്ഷേ ഈ ഒരു സന്ദേശമൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എത്തുന്നതൊക്കെ വളരെ വൈകിട്ടാണ്.